ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യയുമായി പോലീസ് വരികയാണ് കോടതിയിലേക്ക്. എന്നിട്ട് അർജുനെ കണ്ട് സംസാരിക്കാൻ കേട്ടോ. സൂര്യയോട് അർജുൻ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, സുജിത് മേനോന്റെ അക്കൗണ്ടിലുള്ള പണം തട്ടിയെടുത്തത് അയാളെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അയാൾ ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അയാൾക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് വന്നാൽ അയാളുടെ ബിസിനസ്സിനെ തന്നെ ഇതിൽ മറ്റാരോ ആണ് എന്ന് സൂര്യ അർജുനോട് പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എന്നാൽ ശരി, നമുക്ക് അതിനെക്കുറിച്ച് കൂടി അന്വേഷിക്കാം എന്നൊക്കെ അർജുൻ പറയാണ്. പിന്നീട് കോടതി കൂടുകയാണ്. അങ്ങനെ വിചാരണ. അങ്ങനെ സുജിത് മേനോന്റെ വക്കീല് എല്ലാ കാര്യങ്ങളും കോടതിക്ക് മുന്നിൽ പറയുകയാണ്. സൂര്യ ചതിച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്. ജനുവരിയിലാണ് സുജിത് മേനോനും സൂര്യയും തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കിയത്. 100 കോടിയുടെ വില്ല പ്രൊജക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ അർജുനും കൂടി പിന്നീട് വാദിക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ചോദിച്ചറിയുമ്പോൾ സൂര്യ അങ്ങനെ ആരെയും ചതിക്കുന്ന ആളല്ല. സൂര്യ 3 തവണ ബിസിനസ് 1-ാം സ്ഥാനത്തെത്തി അതിന് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയ ആൾ തന്നെയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനഃപൂർവ്വമല്ല. സൂര്യയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിനെക്കുറിച്ച് ഒരു മെയിൽ സുജിത് മേനോന് അയച്ചതാണ്. ഇങ്ങനെ കുറച്ച് വൈകുമെന്നും എനിക്കൊരു 3 മാസത്തെ കാലയളവ് കൂടി തരണമെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അതിന് മറുപടിയായിട്ട് സുജിത് മേനോൻ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതും. അങ്ങനെ എല്ലാ തരത്തിലുള്ള തെളിവുകളും കോടതിക്ക് മുന്നിൽ സൂര്യയ്ക്ക് വേണ്ടിയിട്ട് അർജുൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സൂര്യ നിരപരാധിയാണ് എന്നുള്ള എല്ലാ തെളിവുകളും കോടതിക്ക് മുന്നേ കൊടുക്കുകയാണ്. അപ്പോൾ സുജിത് മേനോന്റെ വക്കീല് പറയുന്നുണ്ട്, എന്റെ കക്ഷിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൃത്യസമയത്ത് എഗ്രിമെന്റിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ സൂര്യയ്ക്ക് വേണ്ടിയിട്ട് അർജുൻ പറയുന്നുണ്ട്, അതിന് ഒരു കുഴപ്പവുമില്ല. സൂര്യയ്ക്ക് എത്ര വേണമെങ്കിലും 25 കോടി വരെ കൊടുക്കാനുള്ള ആസ്തി ഇപ്പോൾ സൂര്യയ്ക്കുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരവും കൊടുക്കാൻ സൂര്യ തയ്യാറാണ്. പക്ഷേ വീണ്ടും എൻ്റെ സൂര്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കേസ് എടുത്തിട്ടുള്ളത്, കേസ് ചാർജ് ചെയ്തത് എന്നൊക്കെ പറയാണ്. അങ്ങനെ കോടതിക്ക് മുന്നിൽ സുജിത് മേനോന്റെ വക്കീലിന് ഉത്തരം മുട്ടിപ്പിക്കുന്ന ഓരോ കാര്യം അർജുൻ തെളിവ് സഹിതം നിരത്തുകയാണ്. അങ്ങനെ സുജിത് മേനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സൂര്യയെ ആദ്യമായിട്ടാണോ കാണുന്നത്, അതോ മുൻപ് തന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ സൂര്യയുമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ സൂര്യയുടെ അമ്മയാണ് എനിക്ക് പരിചയമുള്ളത്. ഞാനും ഫാമിലിയും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന സമയത്താണ് സൂര്യയുടെ അമ്മയെ പരിചയപ്പെടുന്നതും അങ്ങനെ സൂര്യയുമായിട്ടുള്ള കോൺട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അർജുൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ വേറെ പാർട്ട്ണർമാരുമായിട്ട് ബിസിനസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ ആ ബിസിനസ്സിൽ കാലതാമസം വരാറുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അർജുൻ. വരാറുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സൂര്യയുടെ പാർട്ട്ണർഷിപ്പിൽ താമസം വന്ന സമയത്ത് സൂര്യക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോവുകയാണ് സുജിത് മേനോന്. അങ്ങനെ അർജുൻ്റെ ഓരോ ചോദ്യത്തിൻ്റെ മുന്നിലും സുജിത് മേനോന് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ പറയുകയാണ്, നിങ്ങൾക്ക് സൂര്യയോടുള്ള മുൻ വൈരാഗ്യം കൊണ്ടാണ് നിങ്ങൾ സൂര്യക്കെതിരെ കേസ് കൊടുത്തത് എന്ന് അർജുൻ പറയാൻ കേട്ടോ. അപ്പോൾ സുജിത് മേനോന്റെ വക്കീൽ പറയുന്നുണ്ട്, ഇതെല്ലാം തന്നെ തെറ്റായ കാരണമാണ് എന്ന് പറയുമ്പോൾ അർജുൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കോടതിക്ക് മുന്നിൽ പറയുകയാണ്. അതിനൊരു കഥയുണ്ട് എന്നങ്ങ് പറയാം കേട്ടോ. എന്നിട്ട് പറയുകയാണ്, 3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇക്കാര്യം ഉണ്ടായത്. ആദ്യമായിട്ട് സൂര്യയ്ക്ക് ബിസിനസ്സിൽ 1-ാം സ്ഥാനം കിട്ടിയതിൻ്റെ അവാർഡ് കിട്ടുമ്പോൾ ആ സമയത്ത് കുറച്ച് പോയിന്റുകൾക്ക് 1-ാം സ്ഥാനം നഷ്ടപ്പെട്ട ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളുടെ പേര് രോഹിത് മേനോൻ എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുജിത് മേനോനും പോലീസും വക്കീലും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ സുജിത് മേനോൻ്റെ മുഖത്ത് തന്നെ നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് ഇയാളുടെ മകനായിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് ഇയാൾക്ക് സൂര്യയോടുള്ള പക. ബിസിനസ് തകർത്ത് സൂര്യയുടെ ക്ലയൻറ്റിനെ എല്ലാം തന്നെ അയാളുടെ മകൻക്ക് സ്വന്തമാക്കി കൊടുക്കണം എന്നാണ് ഇയാളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഇയാൾ ഒരുപാട് കാലമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും സൂര്യയ്ക്ക് അടുത്ത കൊല്ലവും ഇതുപോലെ 1-ാം സ്ഥാനം ബിസിനസ്സിൽ അവാർഡ് കിട്ടിയതോടുകൂടി രോഹിത് മേനോൻ സുജിത് മേനോടും സൂര്യയോട് തീർത്താ തീരാത്ത പകയായി മാറി. അങ്ങനെ അന്നു മുതൽ തുടങ്ങിയതാണ് സൂര്യയുടെ ബിസിനസ് തകർക്കണം, സൂര്യയെ എല്ലാവരെയും മുന്നിൽ വെച്ച് അപമാനിക്കണം എന്ന ചിന്ത ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൂര്യയോട് ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൽ കരാറിൽ ഒപ്പുവിട്ടതും സൂര്യയുടെ ബിസിനസ് എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ചിന്ത ഈ സുജിത് മേനോന് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കോടതിക്ക് മുന്നേ സൂര്യയെക്കുറിച്ച് എല്ലാ കാര്യവും അർജുൻ
അർജുൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ കോടതിക്ക് മനസ്സിലാവുകയാണ് സൂര്യയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അങ്ങനെ കോടതി വിധി പറയുകയാണ് സൂര്യ നിരപരാധിയാണെന്നും സൂര്യയെ കള്ളക്കേസിൽ കുടുക്കിയതിന് പോലീസുകാർക്കെതിരെ കേസെടുക്കാനും അത് കഴിഞ്ഞ് സൂര്യയ്ക്ക് 15 ദിവസത്തിനുള്ളിൽ സുജിത് മേനോന് കൊടുക്കാൻ 10 കോടിയും നഷ്ടപരിഹാരമായി 2 ലക്ഷവും കോടതിക്ക് മുന്നിൽ കെട്ടിവെക്കാനും വേണ്ടി സൂര്യയോട് 15 ദിവസത്തെ കാലയളവ് കൊടുക്കുകയാണ്. അങ്ങനെ സൂര്യ നിരപരാധിയാണെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കോടതി വിധി വന്നതോടുകൂടി സൂര്യയ്ക്കും ഭാവനയ്ക്കും പൂജയ്ക്കും അർജുനും എല്ലാവർക്കും ദേവനും ഒക്കെ സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ കോടതിയിൽ സൂര്യക്കെതിരെ കേസെടുത്ത് പോലീസിനെതിരെ നടപടി കൂടി പറഞ്ഞതോടുകൂടി ആ പോലീസും ഒന്ന് നാണം കെട്ടു പോവുകയാണ്. അങ്ങനെ സൂര്യയും ഭാവനയും പൂജയും അർജുനും ദേവനും കൂടി സന്തോഷത്തോടു കൂടി ഇനി വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അങ്ങനെ സൂര്യ പൂജയോടും അർജുനോടും ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, നീ എന്നോട് നന്ദി പറയാൻ പാടില്ല, ഞാൻ നിൻ്റെ അത്രയ്ക്ക് അടുത്ത ഫ്രണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സൗഹൃദങ്ങളൊക്കെ വീണ്ടും പുതുക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുകയാണ്. അടുത്ത എപ്പിസോഡിൽ സൂര്യയും അർജുനും കോടതിയിൽ നിന്ന് തന്നെ പിരിയുകയാണ് കേട്ടോ. അങ്ങനെ അർജുൻ സൂര്യയോട് പോകുന്ന സമയത്ത് പറയുന്നുണ്ട്, നിന്നെ ചതിച്ചത് നിൻ്റെ വീട്ടിലുള്ളവർ തന്നെയാണ്, എനിക്ക് നല്ല സംശയമുണ്ട്, നിന്റെ കൂടെ നല്ലവളായി നടക്കുന്ന മാനസയെ എനിക്ക് നല്ല സംശയമുണ്ട്, അതുകൊണ്ട് സൂര്യ നീ ഒന്ന് ശ്രദ്ധിക്കണം. മാനസയുടെ പെരുമാറ്റവും സംസാരവും ശർമാജിയുമായിട്ടുള്ള കൂട്ടുകെട്ടും എല്ലാം തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതുപോലെ ഒരു കേസിൽ പെട്ടിട്ടാണ് ദുബായിൽ നിന്നും മാനസ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അയാളുടെ അനിയൻ സുനിൽ ശർമ്മയും ഇപ്പോൾ ജയിലിലാണ്. 5 കോടി രൂപ കൊടുത്താൽ മാത്രമാണ് അയാൾക്ക് അതിൽ നിന്നും ജാമ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാനസ കളിച്ച് കളിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ മാനസയെ ദുബായിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ശർമാജി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, മാനസയിലാണ് എനിക്ക് കൂടുതൽ സംശയം എന്നൊക്കെ അർജുൻ വിശദമായിട്ട് തന്നെ സൂര്യയോടും ഭാവനയോടും പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സൂര്യയ്ക്കും ഭാവനയ്ക്കും മാനസയിൽ സംശയം വരികയാണ്. ഇനി അടുത്ത എപ്പിസോഡുകളിലായിട്ട് മാനസയുടെ കള്ളത്തരങ്ങൾ സൂര്യയും ഭാവനയും പുറത്തു കൊണ്ടുവരിക തന്നെയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് മാനസയാണെങ്കിലോ ജയനിർമ്മലയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ആൻറ്റി ഇങ്ങനെ ടെൻഷൻ ആവണ്ട, സൂര്യയ്ക്ക് ഉറപ്പായും ജാമ്യം കിട്ടും, സൂര്യ നിരപരാധിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് സൂര്യയെ ഒരിക്കലും കോടതി ശിക്ഷിക്കില്ല, സുജിത് മേനോന്റെ ചതിയെല്ലാം തന്നെ കോടതിയിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും, അതുകൊണ്ട് ആൻറ്റി വിഷമിക്കേണ്ട, സൂര്യയും ഭാവനയും ഒക്കെ ഇപ്പം തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് ജയനിർമ്മലയെ മാനസ ഇങ്ങനെ സമാധാനപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ മാനസയുടെ മനസ്സിലാണെങ്കിലോ നന്നായിട്ട് തന്നെ പേടിയുണ്ട്. സൂര്യയും ഭാവനയും തിരികെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും എങ്ങനെയാണ് 10 കോടി രൂപ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് എന്ന് തെളിയിക്കാനാവും ഇനി അവരുടെ അടുത്ത നടപടി. അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ എന്നൊക്കെ ഇങ്ങനെ മാനസ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ഈ സമയത്ത് കോടതിയിൽ നിന്നും പൂജയും അർജുനും തിരികെ പോകുമ്പോൾ ഭാവന പറയുന്നുണ്ട് പൂജയോട്, നിൻ്റെ എന്നുമുള്ള അഭിമാനമാണ് അർജുൻ, നിൻ്റെ ഭാഗ്യമാണ് അർജുൻ എന്നൊക്കെ പറഞ്ഞ് അർജുനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പൂജയോട് ഭാവന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭാവനയും സൂര്യയും കൂടിയിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് മാനസ പേടിച്ചിട്ടാണ് കേട്ടോ അവരെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെ മാനസയെ ദേഷ്യത്തോടു കൂടിയും സംശയത്തോടു കൂടിയും മാനസയെ തന്നെ ഭാവന നോക്കി നിൽക്കുന്നുണ്ട്.